ഇന്ത്യയുടെ ബൗളേഴ്സിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓരോ വിക്കറ്റ് വീതം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആകെ നമ്മുടെ യഷ് താക്കൂറിന് മാത്രമേ വിക്കറ്റ് ഇല്ലാണ്ടുള്ളൂ. ആയുഷ് ബദോനിക്ക് 2 വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബൗളിംഗിലാണെങ്കിലും അത്യാവശ്യം എക്കണോമിക്കൽ ആയിട്ട് തന്നെയാണ് എല്ലാവരും ബോൾ ചെയ്തത്. അതിൽ യഷ് താക്കൂർ തന്നെയാണ് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് ഇന്നലെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കളിയൊക്കെ കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇനിയിപ്പം എന്താ പറയാ, ബാറ്റ് ലൈറ്റിന്റെ എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ ഓവറിലോട്ട് മാച്ച് എന്തായാലും പോയല്ലോ, ഇനിയിപ്പം കളിക്കണോ വേണ്ടോ എന്നുള്ളൊരു എന്തോ ഒരു ഡിസ്കഷൻ അവിടെ നടക്കുന്ന പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ കമന്റേറ്റേഴ്സും ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ആ ഒരു സൂപ്പർ ഓവറിലോട്ട് പോയിട്ട് അവസാനം, അതായത് ഇത്രയും നേരം പിടിച്ച് കളിച്ച ആ ഒരു ബൗളിങ്ങിലൊക്കെ നന്നായിട്ട് ആ ഒരു സ്കോറിൽ, കാരണം വലിയൊരു സ്കോർ അല്ല 265 എന്നുള്ളത്, അപ്പൊ ആ ഒരു സ്കോറിൽ ഉണ്ടായിട്ട് പോലും അവരെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചിട്ട് അവസാന നിമിഷം കാലെടുക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവസാന നിമിഷം ഉണ്ടായ ഒരു ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഡിസ്കഷൻ നമ്മുടെ വൈഭവ് സൂര്യവംശിയുടെ ആ ഒരു പോണ സമയത്ത് ഇങ്ങനെ ഒരു തള്ളുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു സംഭവം കൂടി കുറച്ചേരൊന്ന്, അതായത് മാച്ച് കഴിഞ്ഞിട്ടും ഇച്ചിരി ഒന്ന് ഡിലേ ചെയ്യിപ്പിച്ചു. പക്ഷെ എന്നാലും ആ ഒരു നല്ലൊരു കളി തന്നെയായിരുന്നു. അതായത് എന്തോ എരണങ്ങെട്ട ദിവസം എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലത്തെ. അതുപോലെ തന്നെ അതിന് മുന്നത്തെ മാച്ചും അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ കളിച്ചിട്ടും ജയിക്കാൻ പറ്റാത്തൊരു മാച്ചായിരുന്നു അതിന് മുന്നത്തെ മാച്ച്. ഇന്നലത്തെ മാച്ചും അങ്ങനെ തന്നെ, കളിച്ചു പക്ഷെ ജയിക്കാൻ പറ്റിയില്ല എന്ന് വേണം പറയാം. കാരണം അന്ന് മഴയാണ് പണി പറ്റിച്ചെങ്കിൽ ഇന്നലെ സൂപ്പർ ഓവർ ആയിരുന്നു.